പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 19 ചൊവ്വാഴ്ച, വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥം എന്ന് പ്രാർത്ഥിക്കാം. പുതിയ പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന തമ്പുരാന് നന്ദി പറയാം. ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. വിജയം നൽകുന്ന കർത്താവിൻ്റെ കരം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായം 13-ാം വചനം ധ്യാനിക്കാം. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഫരീസയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കാനുള്ളൊരു ദിവസം. നന്മകൾ ചെയ്യുന്നതും അവ ദൈവസന്നിധിയിൽ പറയുന്നതും അതുമൂലം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുന്നതും നല്ലതാണ്. പക്ഷേ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത് നാം ചെയ്യുന്ന നന്മകളുടെ പുണ്യങ്ങൾ പോലും ഇല്ലാതാക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവെ, ചുങ്കക്കാരൻ്റെ മനോഭാവം സ്വന്തമാക്കാൻ, സ്വന്തം കുറവുകൾ കണ്ടെത്തി തിരുത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.